ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. എവിടെയൊക്കെ മത്സരിക്കണം, ഏതാണ് ഷുവർ സീറ്റ്, എവിടെ മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെയുള്ള ചിന്തകളിലാണ് എല്ലാ നേതാക്കളും. അതോടൊപ്പം തന്നെ കേന്ദ്രം പിടിക്കണം, കേന്ദ്രഭരണം ഞങ്ങളുടെ കയ്യിലെത്തിക്കണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മുന്നിൽ നിൽക്കുന്നത് BJP തന്നെയാണ്. ഇന്ത്യ മുന്നണി രൂപീകരിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം പൂർണ്ണമായ അർത്ഥത്തിൽ ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എങ്കിലും ആശാവഹമായ നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നുണ്ട്. അത് BJPയെ വല്ലാതെ പേടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് BJP അയോധ്യ എന്ന ഒരൊറ്റ നമ്പറിൽ പിടിച്ചുകൊണ്ടുള്ള കളികൾക്കാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രം നിർമ്മിച്ച മുന്നണി എന്ന രൂപത്തിൽ അതൊരു തരംഗമായി മാറ്റാൻ, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് തരംഗമായി മാറ്റാൻ ഇപ്പോൾ BJP ശ്രമിക്കുന്നുണ്ട്. അതിൽ അവർ ഒട്ടൊക്കെ വിജയിക്കുന്നുമുണ്ട്. കാരണം രാമൻ എന്ന വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് BJP ജയിക്കുന്നത്, അധികാരത്തിൽ വരുന്നത്, അധികാരം നിലനിർത്തുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണപരമായ നേട്ടങ്ങൾ എടുത്തു പറയാൻ ഒന്നുമില്ല. BJPയുടെ ഭരണപരമായ നേട്ടങ്ങൾ ചർച്ച ചെയ്താൽ കഴിഞ്ഞ 10 വർഷം ഇന്ത്യ ഏറെ പുറകോട്ട് പോയി എന്ന് എണ്ണി പറയാൻ കഴിയും. എല്ലാ കാര്യത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ ഇങ്ങോട്ട് എടുത്താൽ നമുക്കത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ ഒറ്റപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല. അടിസ്ഥാന വികസന മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലൊക്കെ, റോഡുകളുടെ വികസനത്തിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുമാത്രമാണ് ഉണ്ടായത് എന്നും ജനങ്ങളുടെ ജീവിതം താഴോട്ട് പോവുകയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നത്. നീതി ആയോഗ് പുറത്തുവിട്ട കണക്കുകൾ മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ വളരെ പുറകോട്ട് പോകുന്നു എന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കോടിക്കണക്കിന് രൂപയാണ് ദക്ഷിണേന്ത്യക്ക് നൽകേണ്ട പണം പോലും നൽകാതെ ഉത്തരേന്ത്യക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്തേണ്ടിടത്ത് എന്ന് വെച്ചാൽ പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എത്തുന്നില്ല എന്ന പ്രശ്നം ഉടലെടുക്കുന്നു. ഇടനിലക്കാർ തട്ടിക്കൊണ്ടുപോവുകയാണ് ഈ തുക മുഴുവൻ എന്ന സംശയമാണ് ഉയരുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED വലിയ തോതിൽ പരിശോധന നടത്തുന്നുണ്ട്. ആദായ നികുതി വകുപ്പും EDയും ഒക്കെ വളരെ ജാഗ്രതയോടെ പ്രതിപക്ഷ നേതാക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഭരണപക്ഷം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതൊന്നുമില്ല, ED ഇല്ല, അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളില്ല. നിങ്ങൾ BJPയിൽ ചേരൂ, EDയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന മുദ്രാവാക്യം പോലും ബംഗാളിൽ BJP നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതും നാം കണ്ടതാണ്. ചില ദേശീയ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ എങ്ങനെയാണോ UDFനോടൊപ്പം നിൽക്കുന്നത് അതേപോലെ BJPയോടൊപ്പമാണ്. BJPയെ കണ്ടാൽ, പ്രധാനമന്ത്രിയെ കണ്ടാൽ മുട്ടുവിറക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ഉത്തരേന്ത്യയിലുള്ളത് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അവർ തന്നെ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യ പിടിക്കുമെന്ന് BJP ഏതാണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ജയിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് UPയിൽ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മെല്ലെ ദക്ഷിണേന്ത്യയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ മത്സരിക്കുമെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിലാണ് മത്സരിക്കുന്നത്, വയനാടാണ് മത്സരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ദക്ഷിണേന്ത്യയിലേക്ക്, കർണാടകയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി മത്സരിക്കുന്നുണ്ടോ എന്നറിയില്ല. സോണിയാഗാന്ധിയും ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്ന സംശയം ഉയർന്നു വരുന്ന ഘട്ടമാണ്. അത്തരം ചർച്ചകൾ നടക്കുന്ന ഘട്ടമാണ്. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരേണ്ടി വരുന്നത് എന്ന് ഞാൻ ആദ്യം വിശദീകരിച്ചു. കാരണം ഉത്തരേന്ത്യയിൽ നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഓരോ കോൺഗ്രസ് നേതാവിനും ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ദക്ഷിണേന്ത്യ കോൺഗ്രസ് നേതാക്കൾക്ക് ഊർജ്ജം നൽകുന്നത്. നേരത്തെ ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരിൽ മത്സരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ തോറ്റപ്പോൾ നേരെ വന്ന് ചിക്കമംഗളൂരിൽ മത്സരിച്ച് ജയിച്ച് വന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ ജയം അത് ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന്, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. അതേപോലെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് മത്സരിച്ച് പ്രിയങ്ക ഗാന്ധിയും, കർണാടകയിൽ മത്സരിച്ച് പ്രിയങ്ക ഗാന്ധിയും കേന്ദ്ര രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പിന്മുറക്കാരി ഞാനാണ് എന്ന് തെളിയിക്കാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും അത് നടക്കട്ടെ. കർണാടകയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ തെലുങ്കാനയിൽ മത്സരിക്കാൻ തയ്യാറാകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ കർണാടകത്തിലെ കൊപ്പാല മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ്, പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. 1999 സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇന്ദിരാഗാന്ധി തെക്കേ ഇന്ത്യയിൽ വന്ന് ചിക്കമംഗളൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധി വരുന്നു ദക്ഷിണേന്ത്യയിലേക്ക്.
രാഹുൽ ഗാന്ധിയുടെ അതേ വഴിക്ക്. കാരണം ഉത്തരേന്ത്യയിൽ നിന്നാൽ രക്ഷയുണ്ടാകില്ല എന്ന വിവരം കൃത്യമായും പ്രിയങ്ക ഗാന്ധിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണേന്ത്യ മാത്രമാണ് കോൺഗ്രസോടൊപ്പം നിൽക്കുന്നത് അല്പമെങ്കിലും എന്ന ചിന്ത അവർക്കുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ദക്ഷിണേന്ത്യ കോൺഗ്രസോടൊപ്പമല്ല. കർണാടക മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസോടൊപ്പം ഉള്ളത്. തെലങ്കാന ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ ഉത്തരേന്ത്യ പൂർണ്ണമായും കോൺഗ്രസ് കൈവിട്ടോ കോൺഗ്രസിനെ കൈവിട്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസും കൈവിട്ടു, കോൺഗ്രസിനെയും കൈവിട്ടു. ഉത്തരേന്ത്യയിൽ പാർട്ടി വളർത്താൻ, ഉത്തരേന്ത്യയിൽ അടിസ്ഥാനപരമായി കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ, ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ നേരെ നിന്ന് പോരാടാൻ കഴിയാത്ത പാർട്ടിയായി ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ദക്ഷിണേന്ത്യ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നതല്ലേ, കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടല്ല. ദക്ഷിണേന്ത്യയിൽ ആ പ്രദേശങ്ങളിലെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികളാണ് BJPയെ തടഞ്ഞു നിർത്തുന്നത്, BJPയുടെ രഥയോട്ടത്തെ പിടിച്ചു കിട്ടുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയാലും പ്രാദേശിക പാർട്ടികളാണ് അല്പമെങ്കിലും കൃത്യമായ പ്രതിരോധം BJPക്കെതിരെ തീർക്കാൻ സന്നദ്ധമായി രംഗത്തുള്ളത് എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ആ പ്രതിരോധത്തിന്റെ മുന്നിൽ നിന്ന് തോറ്റാൽ തോറ്റോട്ടെ, നമുക്ക് പോരാടാം എന്ന അർത്ഥത്തിൽ പോരാടി ജയിക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ പോരാടി തോൽക്കാൻ തയ്യാറാകാതെ, ഒരു യോദ്ധാവിനെ പോലെ പോരാടി തോൽക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറുന്ന കാഴ്ച, അത് BJPക്ക് ഉത്തരേന്ത്യ വിട്ടുകൊടുക്കുന്നതിന് തുല്യമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉത്തരേന്ത്യയിൽ BJP ജയിക്കുകയോ ഭരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഒന്നും കഴിയില്ല, ഞങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിക്കോളാം, അങ്ങനെ ഒരു MP ആയി സസുഖം ജീവിച്ചോളാം എന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ മാറുന്നത് എന്ന സൂചനകളാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.